രൂപത്തിലുള്ള ചില അപശ്രുതികളൊക്കെ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സലാം പറഞ്ഞാൽ മടക്കാത്തവരും കണ്ടാൽ സലാം പറയാത്തവരും അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊന്നും പ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായ പ്രശ്നമാണ് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്. ഇവിടെ തൗഹീദാണ് പ്രധാനം, അല്ലേ? സുന്നത്താണ് നിദാനം. ഇതിന് അനുകൂലമായിട്ട് ഇതേ രൂപത്തിലുള്ള ഒരു തൗഹീദ് പ്രഭാഷണമാണ് ഈ പ്രദേശങ്ങൾ എല്ലാവർക്കും എത്തേണ്ടത്, കിട്ടേണ്ടതുമാണ്. നമുക്കറിയാം, ഇവരോട് സംസാരിക്കുമ്പോൾ തൗഹീദ് പറയുമ്പോൾ സത്യമാണ്, നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷേ ഇത് നമ്മളെ കാരണന്മാരുടെ മറ്റുള്ള നമ്മളെ വാപ്പപിതാക്കന്മാരുടെ ആ താവയിൽ നിന്ന് മാറി ചിന്തിക്കാനോ മാറി സഞ്ചരിക്കാനോ കഴിയുന്നില്ല. അവർ പറയുന്നത് അതാണ്. ഈ ചോദ്യം തന്നെയാണ് പണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഫിറഔൻ ചോദിച്ചത്. ഇതേ ചോദ്യം തന്നെയാണ് അബ്ദുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പയായ അബൂലഹബും നബിയോട് ചോദിച്ചത്. നമ്മുടെ പൂർവികന്മാരുടെ ഇതുവരെ ആരാധിച്ചു വരുന്ന അനുഷ്ഠിച്ചു വരുന്ന ആ ഇബാദത്തുകളിൽ നിന്ന് വിരുദ്ധമായിട്ടാണോ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത്? ഈ ചോദ്യം തന്നെ ഇന്നും അന്നും ഈ എയറിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട്. അപ്പോൾ നമ്മുടെ സുന്നത്ത് അല്ലെങ്കിൽ തൗഹീദ് അത് ഉൾക്കൊണ്ട്, സുന്നത്തും ഉൾക്കൊണ്ട്, ഖുർആനും ഹദീസും ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ പല മാമൂലകളും മറ്റുള്ള ചിന്താഗതികളൊക്കെ നമ്മൾ ഒഴിവാക്കി ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ഉരത്തുപള്ളിയിൽ കേന്ദ്രം വരുന്ന ശാഖയുടെ സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ നമ്മൾ ക്ഷണിച്ച ഈ യോഗം അധ്യക്ഷത വഹിക്കുന്നത് ഇവിടുത്തെ ശാഖ പ്രസിഡൻ്റായ കെ രായൻകുട്ടി ഹാജിയാണ്. അതുപോലെ ഈ ആമുഖ പ്രഭാഷണം ഇവിടെ നടത്തുന്നത് സൽമാൻ അൻസാരിയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം സൂറത്ത് കുറ്റപ്പുറം മണ്ഡലം പ്രസിഡൻ്റാണ്. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബാദുഷാ ബാക്കവി, നസ്രുദ്ദീൻ റഹ്മാനി. ഇത്രയും ആളുകളാണ് നമ്മളെ ക്ഷണിച്ചിട്ടും എല്ലാവർക്കും, പണ്ഡിതന്മാർക്കും അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾക്കും സഹോദരന്മാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ അധ്യക്ഷത സ്ഥാനം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കെ രായൻകുട്ടി ഹാജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലില്ലാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. നമുക്കിപ്പോൾ കൂടുതലായിട്ട് പ്രസംഗിക്കാൻ നമുക്ക് അറിഞ്ഞും കൂടാ തന്നെയില്ല, എൻ്റെ സമയവുമില്ല. ഞാൻ ഇവിടെ ബൈദിയിലിരിക്കുന്ന അബ്ദുൽ കരീം സൂറത്ത്, 6 സെക്രട്ടറി, 6 സൽമാൻ അൻസാരി, ബാദുഷാ, സദസ്സിലിരിക്കുന്ന ദീനി സ്നേഹികളെ, ആദ്യമായിട്ട് ഒരു ആമുഖ പ്രസംഗത്തിനായി ഞാൻ സൽമാൻ അൻസാരി വിളിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ കാരണവന്മാരെ, KNM-ൻ്റെ കുറ്റിപ്പുറം മണ്ഡലം ഭാരവാഹികളെ, KNM ഊരോത്ത് പള്ളിയാൽ ശാഖാ ഭാരവാഹികളെ, വളരെ
സന്തോഷകരമായ ഒരു സമയമാണിത്. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു യാത്രയുടെ പാതയിലാണ് ഈ ഊരോത്ത് പള്ളിയാൽ ശാഖ എന്ന് ഭാരവാഹികളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാവിധ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇതിലെ സംസാരത്തിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യമായി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒരിക്കൽ അബിസീനിയയിലെ നജ്ജാഷി രാജാവിൻ്റെ സന്നിധിയിലേക്ക് അഭയം തേടി പലായനം ചെയ്ത മക്കയിലെ മുസ്ലിമീങ്ങൾ ഹിജറ പോകുന്നത് അബിസീനിയയിലേക്കാണ്. അവിടെ അഭയം നൽകിയ നജ്ജാഷി രാജാവിൻ്റെ അരികിലേക്ക് മക്കയിൽ നിന്ന് പോയ ഖുറൈശികൾ അയച്ച ഒരു സംഘം ആളുകൾ നജ്ജാഷി രാജാവിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത, ഇന്നേ വരെ മനസ്സിലാക്കാത്ത ഒരു വിശ്വാസവുമായിട്ടാണ് താങ്കൾ ഇവിടെ അഭയം നൽകിയിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ളത്. അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് വന്ന ആ ആളുകളെ ഞങ്ങൾക്ക് താങ്കൾ വിട്ടുതരണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ നജാഷി രാജാവ് ആ മുസ്ലിമീങ്ങളെ വിളിക്കുകയാണ്. അവരെ വിളിച്ച് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് പുതിയതായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ആ സമയത്ത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് തോന്നിയതുപോലെയുള്ള ആരാധനാമൂർത്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും മദ്യപിക്കുന്നവരായിരുന്നു, കണക്കില്ലാതെ. ഞങ്ങൾക്ക് എന്തെങ്കിലും നിസ്സാരമായ കാരണം മാത്രം മതിയായിരുന്നു വർഷങ്ങളോളം യുദ്ധം ചെയ്യുവാൻ. ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും വ്യഭിചരിക്കാതെ കിടന്നുറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഞങ്ങളുടെ സഹോദരൻ്റെ രക്തം ചിന്തുമായിരുന്നു. ഞങ്ങളുടെ സഹോദരൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളായിരുന്നു ഞങ്ങൾ. പലിശയിൽ ആർമാദിച്ച്, പലിശയിൽ വ്യാപൃതരായി, സാമ്പത്തികമായി വളരെ മോശം രീതിയിൽ സമ്പാദിച്ച ആളുകളായിരുന്നു ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളിലേക്ക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ഞങ്ങളോട് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഇന്നേ വരെ ആരാധിച്ച് പോന്നിരുന്ന സകല ദൈവങ്ങളെയും ഒഴിവാക്കുവാനും ഏകനായ സ്രഷ്ടാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം എന്ന ഏറ്റവും മഹത്തായ ഒരു ആദർശമാണ് ഞങ്ങൾക്ക് അദ്ദേഹം പകർന്നു തന്നത്. ഞങ്ങളോട് ഒരിക്കലും, ഒന്നാമത്തെ തവണ അദ്ദേഹം ഞങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളോട് ഒരിക്കലും അല്ലാഹു അല്ലാതെ ആരാധന അല്ലാഹുവിനോട് മാത്രം എന്നത് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ചെയ്തു വന്നിരുന്ന സകല അധാർമിക പ്രവർത്തനങ്ങളും, ഞങ്ങൾ ആ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ഞങ്ങൾ ചെയ്ത സകല ചിന്മകളും ഒഴിവാക്കാനായിരുന്നില്ല ആദ്യം അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ പലിശ ഒഴിവാക്കണമെന്നായിരുന്നില്ല. വ്യഭിചാരം എന്ന ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശകരമായ പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങണമെന്നായിരുന്നില്ല. ഞങ്ങൾ സ്ഥിരമായി കഴിച്ചിരുന്ന മദ്യം ഒഴിവാക്കണമെന്നായിരുന്നില്ല. മറിച്ച് ഞങ്ങൾ ആരാധിച്ചു പോന്നിരുന്ന ആരാധനാ ദൈവങ്ങളെ, ബിംബങ്ങളെ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു അദ്ദേഹം ആദ്യമായി പരിശ്രമിച്ചിരുന്നത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് അത് കൃത്യമായി ആ പ്രവാചകൻ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങൾ ആ ഒരു ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു ചെന്നു. ഞങ്ങളുടെ സകല തിന്മകളും ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങളുടെ സകല വൃത്തികേടുകളും മോശമായ അവസ്ഥകളും ഞങ്ങൾ മാറ്റി. ഇതായിരുന്നു ആ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്.
നജാഷി രാജാവ് ജാഫർ ഇബ്നു അബീ ത്വാലിബിൻ്റെ ആ ഒരു സംസാരം കേട്ടതിന് ശേഷം ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ആദർശത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു വചനം ഉരുവിടമോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ആയത്ത് ഓതി കൊടുക്കുകയാണ്. നജാഷി രാജാവ് ആ മുസ്ലിമീങ്ങളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്ന ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ മടങ്ങിപ്പോകണം, ഞാൻ ഇവർക്ക് അഭയം നൽകിയിട്ടുണ്ട്, ഇവർക്ക് ഞാൻ അഭയം നൽകിയിട്ടുണ്ട്, അത് കൃത്യമായും ആ അഭയം ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് മടങ്ങിപ്പോകാം എന്നുള്ളതാണ്. തോന്നിവാസങ്ങളിലും തന്നിഷ്ടങ്ങളിലും ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും മഹിതമായ ആദർശത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആദർശം ആ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ഈ ഒരു ആദർശം ആ ജനങ്ങളിലേക്ക് പറഞ്ഞിടുമ്പോൾ ഒരു തരത്തിലുമുള്ള നല്ല അനുഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ